വളരെ സിമ്പിളായിരുന്നു ആ പ്രോസസ്സ്. അതായത് നമ്മളിതിനു മുമ്പ് ഒരുപാട് സിനിമകൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴൊക്കെ ഭയങ്കര പാടുപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും കൂടെ എളുപ്പമാക്കി തന്നു ദൈവം. അതായത് സത്യം പറഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂവിൽ പറയണ പോലെ തന്നെ ഒരു സിനിമയും അദ്ദേഹം സ്റ്റോറി കേട്ടിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യണേ. എൻ്റെയും സ്റ്റോറി കേട്ടിട്ടല്ല ചെയ്തത്. എൻ്റെ അടുത്ത് ഒരു എന്നാണ് ഷൂട്ട്, ഇന്ന ദിവസങ്ങളിലാണ് ഷൂട്ട്, കാര്യങ്ങൾ ജസ്റ്റ് ഒരു എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ചോദിച്ചു. ചെറിയൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ആയിരിക്കില്ല ഈ സിനിമയിലെ നായകൻ. പക്ഷേ ഈ സിനിമയിലെ ഒരു കീ ക്യാരക്ടർ എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആക്ടറോ ആ ക്യാരക്ടറോ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. എന്നാൽ നായകൻ എന്ന് പറയാൻ പറ്റില്ല. നായകനും നായിക അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഈ സിനിമയ്ക്ക് ഇല്ല. സിദ്ദിഖൊക്കെ നായകനായിരിക്കാം, ഞാൻ ഒരു പക്ഷേ നായകനാവാം, ഒന്നും പറയില്ല. അത് സിനിമയായിരിക്കും, സ്റ്റോറിയാണ് എപ്പോഴും നായകൻ. ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് ഇത് പറയുന്നത് സത്യത്തിൽ അന്ന് ഷൂട്ട് തുറന്ന ദിവസം രാവിലെയാണ് ധ്യാൻ ചേട്ടൻ്റെ ക്യാരക്ടറും പറയുന്നത്. അപ്പോൾ ധ്യാൻ ചേട്ടൻ ഏകദേശം ഒരു നക്ഷൽ നമ്മൾ നേരത്തെ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അതെന്താണ്, എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്ന അന്ന് രാവിലെയാണ് കേൾക്കുന്നത്. ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, ഞാനൊന്നും കേൾക്കാറില്ല അപ്പോൾ അഭിനയിക്കുമെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അടുത്ത് ആക്ച്വലി അന്ന് രാവിലെ ആണെങ്കിൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യവും, അതിങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കേൾക്കുകയും അതിൽ സജഷൻസ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതൊന്ന് ചെയ്തു.